പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആ ചിലാൻപള്ളി 2ാമത്തെ ദിവസത്തെ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കരയും കടലും കായലും കാണാതെ മൊത്തം വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയും നല്ല തണുത്ത കാറ്റും നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ. അതുകൊണ്ടാണ് പള്ളിയിൽ ആള് കുറയുന്നത്. ആള് വളരെ കുറഞ്ഞ ആ ചെറിയ പള്ളിയാണെങ്കിൽ പോലും അതിൻ്റെ നിൽക്കാനുള്ള 10, 15, 20 ആളാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ആലപ്പുഴ നാടുമ്പോൾ വിലനായി ശരിക്കും പറഞ്ഞ 20 ആളിന് വേണ്ടി ഇവിടുന്ന് ആലപ്പുഴ വരെ പോകും. അപ്പൊ ഇത് ആലപ്പുഴയിൽ നിന്ന് ചെല്ലാനം വരെ പോകും. കൊച്ചി ജില്ലയിലാണ്. അപ്പൊ എന്താ പക്ഷെ എറണാകുളം ജില്ലയില്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകണതാണ് ശരിക്കും പറഞ്ഞത്. അന്ന് അവിടെ ഒരു സംഭവം നടന്നു. 3-ാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെല്ലുന്നത് തന്നെ ഈ ഓർഗൻ ഉണ്ടല്ലോ, ഈ വലിയ ഓർഗൻ നമുക്ക് അവിടെ പിടിച്ചുകൊണ്ട് പോകണം. അവിടെ ഓർഗനൊന്നുമില്ല. ഓർഗൻ ഞങ്ങൾ വണ്ടിയെ വന്നിട്ട് റോഡേ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഓർഗൻ്റെ ഒരു തല മുമ്പിലും ഒരു തല പുറകിലുമായിട്ട് വട്ടം പിടിക്കാൻ പറ്റത്തില്ല, നീളം പിടിച്ചുകൊണ്ട് 1 കിലോമീറ്റർ പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് ആ പള്ളി തിരുമ്പോഴല്ല നമ്മൾ കാണുന്നത് ആ പള്ളിക്ക് ചുറ്റുകൊണ്ടായിരുന്ന പന്തലൊക്കെ ദൂരത്തൊക്കെ ഒഴുകി നടക്കി കാറ്റെടുത്തിട്ട് കായലിന്റെ കാറ്റെന്ന് പറയണത് കായലല്ല പാടശേഖരമാണ്. അവിടെ വെള്ളം ഇങ്ങനെ രാജ്യം മുഴുവനും വെള്ളം നിൽക്കുക. അപ്പൊ അവിടെ കാറ്റെടുത്തിട്ട് തടയില്ലാത്ത കാറ്റാണ് നേരെ വന്ന് പന്തലിലടിച്ച് ഈ അവിടെയുള്ള സൗണ്ട് ബോക്സ് ഒക്കെ അട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം താഴിട്ട് അതിനകത്ത് ഇത് വെള്ളത്തിൽ ഒഴുകിയ സാധനമൊക്കെ ഭയങ്കരമായ നമുക്ക് സങ്കടം പറഞ്ഞതില്ലേ. നമുക്ക് സങ്കടമല്ല, നമ്മള് ചിലപ്പോ സമയത്ത് ദൈവത്തിനെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഓർക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാ ധ്യാനം നടത്തണം, ദൈവത്തിന് വേണ്ടപ്പോൾ എനിക്കെന്തിനാ, അങ്ങനെ ചിന്തിച്ചു പോകും. ഞാൻ ചിന്തിച്ചായിരുന്നു ആ സമയത്ത്. കർത്താവിന് വേണ്ടെങ്കിലും നമുക്ക് എന്തിനാണ് വേണ്ടത്? കാര്യം കഷ്ടപ്പെടണമെന്നാണ് പറഞ്ഞത്. ഇടവക്കാരും ഇല്ല. ഇടവക 14,000 10,200 വീട്ടുകാരുള്ളതാണ്. അപ്പോൾ 15 പേരാണ് ഈ ധ്യാനത്തിൽ വന്നിരിക്കുന്നത്. സിറ്റുവേഷൻ അതുകൊണ്ടാണ്. അവർക്ക് ധ്യാനത്തിൽ കുറവൊന്നുമുള്ളതല്ല. ഈ പള്ളിയൊക്കെ ഇവിടം വരെ കഷ്ടപ്പെട്ട് തോട് നീന്തിയൊക്കെ വരണ്ടേ. അങ്ങനെ കണ്ടു. 5-ാം ദിവസമായപ്പോഴേ അല്ല 3-ാം ദിവസമായപ്പോ കറണ്ടും പോയി. കാറ്റും മഴയും മാത്രമല്ല, എന്ത് ന്യൂനമർദ്ദം നടന്നു അന്നത്തെ കാലത്ത്. കാറ്റും മഴയും മാത്രമല്ല, ധ്യാനിപ്പിക്കുന്ന സമയത്ത് കറണ്ട് പോയി ധ്യാനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ആൾക്കാരെ കാണാൻ പറ്റണില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരുട്ടത്ത് ഇതിന്റെ ആൾക്കാരെ നിൽക്കുക. അപ്പൊ കറണ്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ പോകാം. കാര്യം ആരും ഇല്ല. ധ്യാനം അവസാന ദിവസമായി. ഒരു നന്ദി പറയാൻ പോലും ആരും വന്നിട്ടില്ല അവിടെ എങ്ങും പോയി ഇടവകയെന്ന്. അപ്പൊ ഞാനിങ്ങനെ ആൾക്കാരെ നിൽക്കുകയാണ്, ഇരുട്ടത്ത് നിൽക്കുകയാണ്. നല്ല തണുത്തിട്ട് ചെവിയുടെ അകത്ത് കൂടി തണുത്ത കാറ്റൊരു പല്ല് കിടിപ്പിടുന്നുണ്ട്. അപ്പൊ എങ്ങാനും അവസാനം ഒരു ആരാധന നടത്താനുള്ള വകുപ്പുണ്ടെങ്കിൽ ആരാധന നടത്താവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതിടെ കറണ്ട് വരികയാണെങ്കിൽ. പക്ഷെ കറണ്ട് വന്നില്ല. കറണ്ട് വരാതെ എന്നാ ചേർത്ത് കെട്ടിപ്പോയേക്കാം. കാര്യം പൂണം പാടാൻ കറണ്ട് ഒന്നുമില്ല. ചെറിയൊന്നും കറണ്ടില്ല. തോട് ഏതാണ് കര ഏതാണെന്ന് അറിയത്തില്ല. ഒരു തിട്ടത്തിന് നമുക്ക് കാല് തെറ്റിച്ച് വെച്ച്
പോകാൻ പറ്റത്തുള്ളൂ. അതിന് ഓർഗൻ കൊണ്ടുപോകണം. എല്ലാം അത് ഓർക്കുമ്പോൾ ശരിക്കും എങ്ങനെയും റോഡിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഇരുട്ടത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരുമൊക്കെ പള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ താഴെ നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കുന്നു ആൾക്കാർ പള്ളിയിൽ. താഴെയൊക്കെ മുഴുവൻ വെള്ളം കയറി തൂവാനം അടിച്ച് കാറ്റടിച്ച് വെള്ളം കയറി കിടക്കുകയാണ് പള്ളിയുടെ അകത്ത്. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആൾക്കാരെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വല്യപ്പൻ, അപ്പോൾ ആ വല്യപ്പൻ 3 ദിവസമാരോടെ ഉണ്ട് കേട്ടോ. ആ പഴമക്കാരുടെ കാര്യം അറിയില്ല, അവരൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള വിഷയമൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ആ 3 ദിവസം ആ വല്യപ്പനുണ്ട്. ആ വല്യപ്പനേക്ക് അറിയാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മുനിഞ്ഞ് കത്തുന്ന വിളക്ക് തിരിയുണ്ട് അവിടെ. ആ തിരി വെളിച്ചത്തിൽ ഈ വല്യപ്പൻ കയറി അൾത്താരേക്ക് വന്നു, അൾത്താരോട്ട് കയറി വന്നു. അപ്പൊ എനിക്ക് എന്താണ് അപ്പച്ചൻ വീട്ടിൽ പോകണമെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും, നിർത്തിയൊക്കെ അച്ഛാന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും, മുപ്പുകാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ പാപ്പ? അതാ അച്ഛാ എന്നിവിടെ പുള്ളിയുടെ തൊണ്ടയിടറി. അച്ഛൻ വരെ മനസ്സിലായ ആള് വന്നിട്ടുണ്ട്. അച്ഛന് വല്ല മനസ്സിലായ എന്ന് നോക്കുമ്പോൾ ഞാൻ ഈ ഇരുട്ടത്ത് ഈ അപ്പാവന്റെ മുഖത്ത് നോക്കി, അപ്പോൾ ആള് വന്നിട്ടുണ്ട്. ആള് വന്നെന്ന് പറഞ്ഞില്ല, വല്ലാത്തൊരു സുഗന്ധം എൻ്റെ മൂക്ക് ചുറ്റി പോണം. ഞാൻ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യം എനിക്ക് വന്നില്ല. എനിക്ക് മനസ്സിലായി അമ്മയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അമ്മ കണ്ടതല്ലേ നമ്മളെ ഈ പങ്കപ്പാട് സഹിക്കണത്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനമാണ്. ഈ 3 ദിവസം അവിടെ നടത്തിയത് മരിയന്തേനാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് മരിയനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, മരിയനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളെയും നമ്മൾ അതിജീവിക്കും. കാര്യം മരിയൻ സത്യമാണ്. മരിയൻ്റെ വിഷയം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. വെച്ചാൽ ഒരു വിശ്വാസി എവിടെയെങ്കിലും സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഭ എവിടെയെങ്കിലും ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, അവിടെ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, സഭയ്ക്ക് പ്രശ്നമുള്ളതല്ല, സഭയ്ക്ക് പ്രശ്നമുള്ള സഭയ്ക്ക് കമ്മ്യൂണിക്കബിൾ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ലാത്തതാണ്. നിങ്ങളിത് മനസ്സിൽ എഴുതി പിടിച്ചോ. എന്താണ് സഭയുടെ പ്രശ്നം എന്ന് പറയുന്നത്? സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല, പ്രശ്നങ്ങൾ ഉള്ളതല്ല. സഭയുടെ പ്രശ്നം എന്ന് പറയുന്നതും കുടുംബത്തിൻ്റെ നിന്റെ സ്വകാര്യ പ്രശ്നം എന്ന് പറയുന്നതും പ്രശ്നങ്ങൾ ഉള്ളതല്ല. പ്രശ്നമുള്ളപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോണ്ടാക്ട് ചെയ്യാൻ ഒരാളില്ലാത്തതാണ്. ആർക്ക് കോണ്ടാക്ട് ചെയ്യാൻ? അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ. അമ്മയ്ക്ക് എപ്പോഴും ഉടമ്പടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മയ്ക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് നമ്മളെ നിരന്തരം മാറ്റുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അമ്മ സുഗന്ധവാഹിനിയാണ്. ഇന്നത് 10,000ങ്ങളുടെ അനുഭവങ്ങളാണ് ശരിക്കും. അതിനൊരു വചനമുണ്ട് പ്രഭാഷകനിൽ. ആ പ്രഭാഷണം 24:15 എടുത്ത്, ഇലവങ്കം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. ഞാൻ വിജ്ഞാനത്തെ കുറിച്ചാണ് നമുക്ക് പറയണം അവിടെ പറയണത്. അപ്പൊ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ്? അമ്മ ആരാണ്? ബോധജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. വിജ്ഞാനത്തോട് ചേർന്ന് എപ്പോഴും പരിമളമുണ്ട്, സുഗന്ധാഭിഷേകം ഉണ്ടാകും. ഞാൻ സുഗന്ധം പരത്തി. പറഞ്ഞോളൂ.
വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറും പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. സുഗന്ധ പ്രസരണം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ്. നീ ദൈവമായിട്ട് ഇൻറ്റിമസി ആകുമ്പോൾ നിനക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സാന്നിധ്യത്തിൻ്റെ അടയാളമാണത്. എത്രയും വേഗം നീ പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണായി നീ വളരാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രേക്ഷിത വേലകളൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി പത്രം എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയും ഒക്ടോബർ മാസത്തിൽ തമിഴ് പത്രവും മേടിക്കുമായിരുന്നു. അതുകൊണ്ട് കൊറ്റിപ്പള്ളിയിൽ വരുന്ന കോയമ്പത്തൂരിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന തമിഴന്മാരിൽ അയൽ മക്കൾക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ 9 പൊതി 10 പൊതിയൊക്കെ ചോറ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ പൈസയൊക്കെ രോഗികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൈസകൾ കൊടുക്കും. പിന്നെ ഞാൻ എന്നും യൂട്യൂബിൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എന്നും യൂട്യൂബിൽ വെച്ചാണ് സാക്ഷ്യങ്ങൾ എന്നും കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ എനിക്കൊരു അവസരം വന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുമായിരുന്നു, കൊന്ത ചൊല്ലി അച്ഛൻ മാതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാനും എന്നും 33 കൊന്തയും ഒക്കെ ജമാല എത്തിക്കുമായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു, അച്ഛന് മാതാവിനെ കൊണ്ടുവന്നെങ്കിൽ എൻ്റെ മാതാവേ, എനിക്കും മാതാവിനെ അവിടെ വരുമ്പോൾ ഒന്ന് കാണാൻ കൃപ തരണേന്ന് പ്രാർത്ഥിച്ചു. നിത്യാരാധനാലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തിരുവോസ്തിയിൽ ശരിക്കും മാതാവിൻ്റെ മുഖം ഇങ്ങനെ വട്ടം കറങ്ങി എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അനിയത്തിയോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരാരും ഇത് കണ്ടില്ല. ശരിക്കും എനിക്ക് മാതാവിനെ ശരിക്കും ഇങ്ങനെ തിരുവോസ്തിയിൽ തെളിഞ്ഞ് കാണാമായിരുന്നു. അങ്ങനെ ഞാൻ രാധാമണി വിശ്വനാഥൻ കടനാട്ടിൽ നിന്ന് വരുന്നു. 2022 സെപ്റ്റംബർ 30 ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി നിയോഗം വെച്ചത് കുറച്ച് നാളായിട്ട് വീട്ടിൽ ഇച്ചിരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 13ാമത്തെ ദിവസം എന്നെ മോൻ വിളിച്ചു, മമ്മി എവിടെയാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്നു. ഇപ്പം സുഖമായിട്ട് മക്കളുടെ ജീവിക്കുന്നു. പിന്നെ ഇവിടെ വന്ന് 2ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ മോള് 35 വയസ്സുള്ള ഹാർട്ടിന് അസുഖമുള്ള കൊച്ചായിരുന്നു. അതിന് കല്യാണം കഴിച്ചതിന് ഡോക്ടർ പറഞ്ഞു, എന്നാലും നല്ലൊരു ആലോചന വരണേ. അമ്മ മാതാവിൻ്റെ അടുത്ത് കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവൾക്കൊരു ജീവിത പങ്കാളിയെ കിട്ടി. പെട്ടെന്ന് തന്നെ 2 മാസം കൊണ്ട് കല്യാണം നടന്നു. അങ്ങനെയൊക്കെ നടന്നു. സുഖമായിട്ട് ജീവിക്കുന്നു. കാഞ്ഞിരപ്പള്ളി കെട്ടിച്ചു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അവൾക്ക് അസുഖങ്ങളൊക്കെ വന്നു. ഹാർട്ടിന് അസുഖമുണ്ട്. എറണാകുളത്ത് നിന്നായിരുന്നു ചികിത്സ. ജലദോഷം കൂടി, ബ്ലഡ് ഛർദ്ദിച്ചു. കാഞ്ഞിരപ്പള്ളി ESRലായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ തൈലവും ഉപ്പും തേനും എല്ലാം കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ICU കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തേക്കാന്നൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. കല്യാണമെല്ലാം കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ തലയിൽ 2-3 മുഴയുണ്ടായിരുന്നു, കയ്യേലുണ്ടായിരുന്നു, തലയ്ക്കുണ്ടായിരുന്നു 2 മുഴ മാറി കിട്ടി. പിന്നെ കൊച്ചുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തോ അവിടെ അടുത്തൊരമ്മച്ചിക്ക് കാലെ തൊലി പോയി 1 രൂപ വട്ടത്തിൽ പഴുത്ത് വർണ്ണമാകുമായിരുന്നു. അത് അവർ 200 രൂപ കൊടുത്ത് തൈല് മുറിവെണ്ണ മേടിച്ചു. എന്നിട്ട് കരിയുന്നില്ല. ഞാൻ ചെന്ന് 7 ദിവസം ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി രാവിലെയും വൈകിട്ടും ചെന്ന് തൈലം പൂശി. അത് പെട്ടെന്ന് കരിഞ്ഞു. അതിന് എനിക്ക് പ്രഷറും ഷുഗറുള്ള 12 വർഷമായി. മരുന്ന് മേടിക്കാൻ പോയിപ്പം ഞാൻ തല കറങ്ങി റോട്ടി വീണു. കാലിൻ്റെ നഖം എല്ലാം പറഞ്ഞു പോയി, കുറേ തൊലി പോയി. എന്നിട്ട് ഞാൻ ആ തൈലം പൂശി 2-3 ദിവസം കൊണ്ട് തന്നെ അത് കാല് സുഖപ്പെട്ടു. പിന്നെ നവംബർ 12 എൻ്റെ മരുമോൾ വഴക്ക് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വാടകയ്ക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട്
നല്ല വീടും വരെയും എന്തിന് വാടകയ്ക്ക് പോന്ന എന്ന് ഞാൻ ചോദിച്ചു. പോയാൽ തന്നെ നീ ഇവിടെ തന്നെ വരൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ 1 മാസം വീട്ടിൽ. എന്നിട്ട് പിന്നെ ഡിസംബർ 12-ാം തീയതി വെളുപ്പിനെ 2:30 എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്ന്, നല്ല ഉറക്കത്തിലായിരുന്നു, എന്നെ കൊട്ടി വിളിച്ച് ഏൽപ്പിച്ച് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ മക്കൾ ഉടൻ തന്നെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഞായറാഴ്ച വീട്ടിൽ ഊണുമുറിയിൽ 4 മണിയൊക്കെ ആയപ്പം ചായയും കുടിച്ചു അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെ വർത്തമാനം കേട്ടു. പിള്ളേർ എല്ലാവരും, മോനും മകളും എല്ലാവരും കയറി വന്നു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണതെനിക്ക്. എനിക്ക് എപ്പോഴും അമ്മ മാതാവിനെ ഇഷ്ടമാണ്. എപ്പോഴും ഈ ടോക്കുകളും അച്ഛൻ്റെ പ്രസംഗവും സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കും. ഉടമ്പടി എടുത്ത 5ാമത്തെ പുതുക്കലാണിത്. ഞാൻ പത്രം മേടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അരിയത്ര പള്ളിയിലും ഭരണങ്ങാനത്ത് പള്ളിയിലും ആശുപത്രിയിലും എല്ലാം കൊടുക്കും. ഒരു പത്രം പോലും തിരിച്ചു കിട്ടുകയില്ല, എല്ലാം കൊടുക്കും. എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട്. എനിക്ക് പറ്റാവുന്ന കാലം വരെ ഈ അമ്മമാതാവിൻ്റെ അടുത്ത് ഞാൻ വരും. പിന്നെ എൻ്റെ മോൻ്റെ കൊച്ച് 2 വയസ്സായതാണ്. അത് അമ്മ അച്ഛാന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. കൊച്ചു വർത്താനം പറയുന്നില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലവും എണ്ണയും ഉപ്പും എല്ലാം കൊടുത്തു. കൊച്ച് അച്ചാച്ച, അമ്മ, ചിറ്റ